ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ ഓഫീസ്. അപ്പം ഞാൻ രാവിലെ പണിയൊക്കെ നേരത്തെ കഴിയുന്ന ദിവസമാണെങ്കിൽ ഞാൻ നേരെ ഓഫീസിലോട്ട് വരും. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കണക്കൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകലാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അംഗനവാടിയിലെ ടീച്ചർ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലാണ് മീറ്റിംഗ്. അവിടെ ഒരു ഹെൽത്തി ഫുഡിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, 1-2 പേരെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ചെന്നപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടൊന്നും പോയതായിരുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. ഒത്തിരി വിഭവങ്ങൾ അവിടെ ഉണ്ടാക്കി നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ആ ടേബിളിൽ ഇങ്ങനെ നിരത്തി അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിട്ടോ കാണാനും. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ പോരേണ്ടി വന്നു തിരിച്ച്. അപ്പം എനിക്കിതൊക്കെ കാണാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടോ. ഇവിടെ ഈ കാണുന്ന ഫുഡുകളെല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട്, അതായത് നമ്മളുടെ കൂടുതലും റാഗി വെച്ചിട്ടാണ് കേട്ടോ അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. റാഗി, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള നല്ല നല്ല ഹെൽത്തി ഫുഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പീസ് എല്ലാം അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനോട് കൂടെ തന്നെ ഓരോ ഭക്ഷണത്തിൻ്റെ റെസിപ്പീസ് സെപ്പറേറ്റ് എഴുതിയിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലതൊക്കെ വായിച്ച് നോക്കി. അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് എനിക്ക്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൊഴുക്കട്ട. അങ്ങനെ നമ്മൾ അത് മാത്രമല്ല, കാണാത്ത ഒത്തിരി ഒത്തിരി പലഹാരങ്ങൾ, സാലഡ്, എന്താ പറയുക, ഉപ്പേരി, പിന്നെ നമ്മളുടെ സ്നാക്സ്, എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ പ്രോട്ടീൻ റോള്, അങ്ങനെ ഒത്തിരി ഒത്തിരി വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായിട്ടോ ഈ വീഡിയോ. ഞാനപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് മറന്നു പോയതായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ആണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇത് ഞാൻ യൂട്യൂബിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ പോകേണ്ടി വന്ന കാരണം കൊണ്ട് ഞാൻ തിരിച്ച് പോരുവാണ് കേട്ടോ വീട്ടിലോട്ട്. ഇനി വൈകി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ മോള് പ്രശ്നമാക്കുന്ന കാരണം കൊണ്ട് ഞാൻ നേരെ പോവാണ് കേട്ടോ. അപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നേരെ പോരുന്ന വഴിയാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഉള്ളത്. അപ്പോൾ വരുന്ന വഴി ഞാൻ സ്കൂളിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. ഈ സ്കൂളിൽ ഒത്തിരി ഓർമ്മകളുള്ള സ്കൂളാണ് കേട്ടോ. ഞാൻ 4ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കലോത്സവത്തിനൊക്കെ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.